നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂപ്പാറ ടൗണിൽ പൊളിച്ചു നീക്കിയത് പുഴപ്പുറമ്പോക്കിൽ നിർമ്മിച്ച 29 വീടുകൾ. വീട് നഷ്ടമായവർക്ക് പകരം താമസ സ്ഥലം കണ്ടെത്തുവാനുള്ള നെട്ടോട്ടത്തിൽ അധികൃതർ. 9 കുടുംബങ്ങൾക്ക് സ്വന്തമായ വീടില്ലെന്ന് 2 വർഷം മുമ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കലിന്റെ പേരിൽ നടത്തിയത് ബുൾഡോസർ രാജാണെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി. വഴിയാധാരമായ വ്യാപാരികളെയും കുടുംബങ്ങളെയും സംരക്ഷിക്കണമെന്ന് സണ്ണി പൈമ്പള്ളി. UDF മന്ത്രിസഭ അധികാരമേറ്റാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രിയെയും മറ്റ് വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കാണുമെന്നും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെടുമെന്നും അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലി. ഇടുക്കി രാജക്കാട് കനകക്കുന്ന് മല മദ്യപ സംഘങ്ങളുടെയും ലഹരി മാഫിയയുടെയും താവളമാകുന്നു. പ്രദേശം മദ്യക്കുപ്പികൾ കൊണ്ട് നിറഞ്ഞു. പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്ന ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. പൂപ്പാറ ടൗണിൽ പുഴപ്പുറമ്പോക്കിൽ നിർമ്മിച്ച 29 വീടുകൾ ഉൾപ്പെടെ 88 കെട്ടിടങ്ങളാണ് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കിയത്. വീട് നഷ്ടമായവർക്ക് പകരം താമസ സ്ഥലം കണ്ടെത്തുവാനുള്ള നെട്ടോട്ടത്തിലാണ് അധികൃതർ. എന്നാൽ ഇവരിൽ പുറമ്പോക്കിലെ വീടല്ലാതെ ഒരു തുണ്ട് ഭൂമി പോലും വേറെ ഇല്ലാത്ത 9 കുടുംബങ്ങളുണ്ടെന്ന് 2 വർഷം മുമ്പ് തന്നെ ജില്ലാ ഭരണകൂടത്തിന് റവന്യൂ വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. പുഴപ്പുറമ്പോക്കിൽ താമസിക്കുന്ന 9 കുടുംബങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയോ മറ്റിടങ്ങളോ ഇല്ലെന്ന് 2 വർഷം മുമ്പ് റിപ്പോർട്ട് നൽകിയിട്ടും ഇവർക്ക് വീട് അനുവദിക്കുന്നതിൽ തുടർ നടപടികളിലേക്ക് കടക്കാതിരുന്ന റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും കോടതി ഉത്തരവ് പ്രകാരം വീടുകൾ പൊളിച്ചു നീക്കിയതിനു ശേഷം ഇപ്പോഴാണ് അർഹതയുള്ളവർക്ക് വീട് നൽകുവാൻ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടത്. ഇവരുൾപ്പെടെ വീട് നഷ്ടപ്പെട്ടതിൽ 15 കുടുംബങ്ങൾ താമസിക്കുവാൻ വീടും കൃഷിയിടങ്ങളും ഉള്ളവരാണെന്നാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് അധികൃതർ പറയുന്നത്. എന്നാൽ നിലവിൽ 15 കുടുംബങ്ങൾക്ക് വീടില്ലെന്നാണ് പഞ്ചായത്തിന്റെ വാദം. ഈ കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 6 മാസത്തിനുള്ളിൽ വീട് അനുവദിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു പറയുന്നുണ്ടെങ്കിലും വീട് നഷ്ടമായവർ ആശങ്കയിലാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ കുടിയേറി താമസിച്ച സ്ഥലത്തു നിന്നാണ് ഇവർ പലരും കുടിയിറക്കപ്പെട്ടത്. വീട് നിർമ്മാണം പൂർത്തിയാക്കുന്നതുവരെ വാടക വീട്ടിലേക്ക് മാറുന്നവർക്ക് മാസം 4000 രൂപ വാടക നൽകാൻ തയ്യാറാണെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. താൽക്കാലികമായി വീട് നഷ്ടപ്പെട്ടവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് എസ്റ്റേറ്റ് പൂപ്പാറയിലെ സ്വകാര്യ തേയില കമ്പനിയുടെ ഒഴിഞ്ഞ വീടുകൾ വിട്ടു നൽകണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കമ്പനി ഈ ആവശ്യം പരിഗണിക്കില്ലെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം ഈ വീടുകൾ ഏറ്റെടുക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കം. സിറ്റിവിഷൻ പൂപ്പാറ. പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കലിന്റെ പേരിൽ നടത്തിയത് ബുൾഡോസർ രാജാണെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി. പൂപ്പാറ കുടിയൊഴിപ്പിക്കലിൽ വഴിയാധാരമായ വ്യാപാരികളെയും പാവപ്പെട്ട കുടുംബങ്ങളെയും സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ടെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സണ്ണി പൈമ്പള്ളിൽ ആവശ്യപ്പെട്ടു. പൂപ്പാറയിലെത്തി നേരിട്ട് സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സണ്ണി പൈമ്പള്ളി. പൂപ്പാറയിൽ കയ്യേറ്റമൊഴിപ്പിക്കലിന്റെ പേരിൽ നടന്നത് മനുഷ്യത്വരഹിതമായ നടപടിയാണ്. പതിറ്റാണ്ടുകളായി ഉപജീവനം കണ്ടെത്തിയിരുന്ന വ്യാപാരികൾ ഒന്നുമില്ലാത്തവരായി മാറി. നിരവധി കുടുംബങ്ങൾ കിടപ്പാടമില്ലാതെ വഴിയാധാരമായി മാറി. ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. പെരുവഴിയിലായ കുടുംബങ്ങളുടെ പുനരധിവാസം വേഗത്തിൽ സാധ്യമാക്കണം. വരുമാന മാർഗം നഷ്ടമായി കടക്കണിയിലായ വ്യാപാരികൾക്ക് കച്ചവടം നടത്തുന്നതിന് സർക്കാർ സ്ഥലം കണ്ടെത്തി വ്യാപാര സമുച്ചയം പണിത് ചെറിയ തുകയ്ക്ക് വ്യാപാരികൾക്ക് നൽകുകയും കച്ചവടം തുടരുവാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും സണ്ണി പൈമ്പള്ളി ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, കുടി ഒഴിപ്പിക്കപ്പെട്ട മുഴുവൻ കുടുംബങ്ങളെയും നിരുപാധികം അവർക്ക് സ്ഥലവും വീടും വച്ചു കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൻ്റേതെന്ന് പറഞ്ഞ് ഇപ്പോൾ കൈവശം ഇരിക്കുന്ന 75 സെന്റ് സ്ഥലം പ്രയോജനപ്പെടുത്തിയോ അടിയന്തരമായി നമ്മുടെ ചൂരൽമല മാതൃകയിൽ ഒരു വ്യാപാര സമുച്ചയം ഇവിടെ പടുത്തുയർത്തണം. വ്യാപാര സമുച്ചയം പടുത്തുയർത്തിയിട്ട് ഇവിടെ ഇപ്പോൾ നിലവിൽ കടകൾ നഷ്ടപ്പെട്ട പാവപ്പെട്ട വ്യാപാരികൾക്ക് അത് 8-10 വർഷത്തേക്ക് വളരെ നോമിനലായിട്ടുള്ള ഒരു വാടക വാങ്ങിച്ചുകൊണ്ട് അവർക്ക് ഇവിടെ ഒരു പകരം സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെയും റവന്യൂ വകുപ്പ് മന്ത്രിയെയും നേരിൽ കണ്ട ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടും. പുതിയ സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. VD സതീശനടക്കം തെരഞ്ഞെടുപ്പ് സമയത്ത് പൂപ്പാറയിലെ മാത്രമല്ല ജില്ലയിലെ എല്ലാ ഭൂപ്രശ്നങ്ങൾക്കും പരിഹരിക്കുമെന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ പൂപ്പാറയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും സണ്ണി പൈമ്പള്ളി പറഞ്ഞു. കേരളത്തിൽ അധികാരമേൽക്കുന്ന ഗവൺമെന്റ്
ആ ഗവൺമെൻറ് അല്ല ഇതൊന്നും ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ആ ഗവൺമെൻറ് അടിയന്തരമായി പൂപ്പാറയിലെ വിഷയത്തിൽ ഇടപെടണം. അങ്ങനെ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടാൽ ഉടൻ തന്നെ ഏകോപന സമിതിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രി അടക്കമുള്ള റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണോ ആ മന്ത്രി അടക്കമുള്ള ആളുകളെ കണ്ട് അവർക്ക് നിവേദനം കൊടുക്കും. അവരിതിൽ ഇടപെടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഇടുക്കി ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് എന്താണ്? ഇടുക്കി ജില്ലയിലെ മുഴുവൻ ഭൂമി വിഷയങ്ങളും നിരുപാധികം പരിഹരിക്കുമെന്നാണ്. അത് നിർമ്മാണ നിരോധനം മാത്രമല്ല, പട്ടയങ്ങൾ കൊടുക്കുന്നത് മാത്രമല്ല, ഷോപ്പ് സൈറ്റുകൾക്കുള്ള പുതിയ പട്ടയവും മാത്രമല്ല, ജില്ലയിലെ മുഴുവൻ ഭൂമി വിഷയങ്ങളും നിരുപാധികം പരിഹരിച്ച് ഇവിടെ മനുഷ്യന് മറ്റ് ജില്ലകളിൽ ജീവിക്കുന്ന ആളുകൾക്കുള്ള, മറ്റ് ജില്ലകളിലെ പട്ടയം കൈവശമിരിക്കുന്ന ആളുകൾക്കുള്ള എല്ലാ അവകാശാധികാരങ്ങളും പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞതിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പൂപ്പാറയിലെ മാത്രമല്ല ജില്ലയിലെ ആകെ സാധാരണക്കാരെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകാത്ത പക്ഷം ജനപക്ഷത്തു നിന്ന് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ ജില്ലയിലെ വ്യാപാര സമൂഹം നിർബന്ധിതരാകുമെന്നും സണ്ണി പൈമ്പള്ളി വ്യക്തമാക്കി. സിറ്റി വിഷൻ, പൂപ്പാറ. UDF മന്ത്രിസഭ അധികാരമേറ്റാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രിയെയും മറ്റു വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കാണുമെന്നും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും ഈ വിഷയങ്ങൾ പരിഹരിക്കുമെന്നും കർഷക സംഘടനകൾക്ക് UDF മുമ്പ് ഉറപ്പു നൽകുകയും അത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ദേശീയപാത 85ന്റെ പ്രശ്നപരിഹാരവും നിർമ്മാണ നിരോധനവും അടക്കം നീക്കേണ്ടതുണ്ട്. അത് പരിഹരിക്കുന്നതിനായി ശക്തമായ ഇടപെടൽ നടത്തുമെന്നും അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി പറഞ്ഞു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങളാണ് UDFുമായി കർഷക സംഘടനകൾ ചർച്ച ചെയ്ത് തീർപ്പിലെത്തിയിട്ടുള്ളത്. അതിൽ കർഷക സംഘടനകളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ കയറിയാൽ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെടാനും ചർച്ച ചെയ്യാനും ഈ മേഖലയിലുള്ള വിഷയങ്ങൾ ഒന്നൊന്നായി പരിഹരിക്കാനുമുള്ള ശക്തമായ ഇടപെടൽ കർഷക സംഘടനകൾ നടത്തും. നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ NH-85ൻ്റെ തടസ്സം നീക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിർമ്മാണ നിരോധനം അടക്കമുള്ള കരിനിയമങ്ങൾ ഒന്നൊന്നായി മാറ്റുന്നതിനുള്ള വലിയൊരു പരിശ്രമം കർഷക സംഘടനകൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഈ മന്ത്രിസഭ അധികാരമേറ്റാൽ ഉടൻ ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജക്കാട് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. സന്ദീപ്, തെരഞ്ഞെടുപ്പിന് മുന്നേ കോൺഗ്രസ് നേതാക്കളടക്കം കർഷക സംഘടനാ നേതാക്കൾക്ക് ഉറപ്പു നൽകിയതാണ് ഇക്കാര്യങ്ങൾ. ഇത് നടപ്പിലാക്കുന്നത് കാലതാമസം ഉണ്ടാക്കരുതെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണോ റസാഖ് ചൂരവേലിയുടെ ഈ പ്രതികരണം? അശ്വതി, തീർച്ചയായിട്ടും അത്തരത്തിൽ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവന്നത് ഈ ഭൂപ്രശ്നങ്ങളടക്കം പരിഹരിക്കാത്ത സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം എന്ന രീതിയിൽ UDFിനൊപ്പം തങ്ങൾ നിലകൊള്ളുമെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു സ്വതന്ത്ര കർഷക സംഘടനകൾ സംസ്ഥാനത്തുടനീളം സ്വീകരിച്ചിരുന്നത്. അതിലവർ ഏറ്റവും കൂടുതൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് റവന്യൂ വനം വകുപ്പുകൾക്കെതിരായിട്ടുള്ള മന്ത്രിമാർ മത്സരിക്കുന്നിടത്ത് ശക്തമായി ഇടപെടൽ നടത്തുമെന്നും അവർക്കെതിരായി പ്രവർത്തിക്കുമെന്നതടക്കമായിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രതിപക്ഷവുമായി നേരിട്ട് കാണുകയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകളെ നേരിൽ കണ്ടുകൊണ്ട് ചർച്ച ചെയ്യുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്നത് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഭൂനിയമം, ആ നിയമം തന്നെ റദ്ദു ചെയ്തുകൊണ്ട് സ്വതന്ത്രമായി കർഷകർക്ക് ഭൂമി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പുതിയ നിയമം കൊണ്ടുവരും എന്ന തരത്തിലുള്ള ഉറപ്പും കർഷക സംഘടനകൾക്ക് ഈ കോൺഗ്രസ് UDF നേതാക്കൾ നൽകിയിരുന്നു. ആ ഒരു തരത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ ഒരു ഭൂരിപക്ഷത്തോടു കൂടി UDF സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത്. അധികാരത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഏറ്റവും അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട ഈ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ ആരാണോ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണോ, അവരെയെല്ലാം നേരിൽ കണ്ട ഒരു ചർച്ച നടത്തി ഇതിന് തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്ന നിർദ്ദേശം നൽകുമെന്നുള്ള ആവശ്യമാണ്, ഇല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ആണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. റസാഖ് ചൂരവേലി ഇപ്പോൾ അതിൽ പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാണ്, ഈ കാര്യങ്ങൾ മറന്നു പോകരുത്, ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും മറന്നു പോകരുത്. ഒട്ടനവധി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ സർക്കാർ വെച്ചിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ വെക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ തന്നെയാണ്. സംസ്ഥാനത്താകെ നിലനിൽക്കുന്ന ഒരു
നിയമത്തെ ഇടുക്കിയുടെ മാത്രമാക്കി അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് നിരവധി ഉത്തരവുകൾ LDF സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആ ഉറപ്പ് പാലിക്കുന്നതിന്, വാക്കു പാലിക്കുന്നതിന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം. നിരന്തരമായ ഇടപെടൽ ഇതിൽ നടത്തും എന്നുള്ള കാര്യവും ഈ അതിജീവന പോരാട്ട വേദി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം അത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും UDF-നെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും അവർ തന്നിരിക്കുന്ന ഉറപ്പ് വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് കർഷക സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. ആ ഉറപ്പ് വേഗത്തിൽ നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് പുതിയതായി വരുന്ന സർക്കാരിന് മുൻപിലേക്ക് ഈ സ്വതന്ത്ര കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അശ്വതി. മറ്റ് വാർത്തകളിലേക്ക്. ഇടുക്കി രാജക്കാട് കനകക്കുന്നുമല മദ്യപ സംഘങ്ങളുടെയും ലഹരി മാഫിയയുടെയും താവളമാകുന്നു. പ്രദേശം മദ്യക്കുപ്പികൾ കൊണ്ട് നിറഞ്ഞു. മദ്യപിച്ചതിനു ശേഷം കുപ്പികൾ പൊട്ടിച്ചിടുന്നത് മൂലം സമീപത്തെ കർഷകരും പൊറുതിമുട്ടിയിരിക്കുകയാണ്. പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്നും പോലീസ് പരിശോധന കർശനമാക്കണമെന്നും നാട്ടുകാർ. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് കനകക്കുന്നുമല. ഏറ്റവും മനോഹരമായി അസ്തമയം ആസ്വദിക്കുവാൻ കഴിയുന്ന ഇവിടേക്ക് നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഇവിടെ പുതിയ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. എന്നാൽ നിലവിൽ ഇവിടം മദ്യപ സംഘങ്ങളുടെയും ലഹരി മാഫിയയുടെയും താവളമായി മാറിക്കഴിഞ്ഞു. മലമുകളാകെ മദ്യക്കുപ്പികളും മറ്റു മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. മദ്യപിച്ചതിനു ശേഷം സമീപത്തെ കൃഷിയിടങ്ങളിൽ കുപ്പികൾ പൊട്ടിച്ചിടുന്നത് മൂലം കർഷകരും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി യുവജന സംഘടനാ നേതാക്കളും രംഗത്തെത്തി. രാജാക്കാടിന്റെ ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കനകക്കുന്ന്. എന്നാൽ ഇന്ന് ടൂറിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്കോ സ്വതന്ത്രമായിട്ട് നടക്കാനോ അവരുടെ കാര്യങ്ങൾ ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ലഹരി മാഫിയയും സാമൂഹ്യ വിരുദ്ധരും കൂടി ചേർന്ന ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. അവിടെ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. മദ്യപിച്ചതിന് ശേഷം അവിടെ ചിന്തികളടക്കം തല്ലിപ്പൊട്ടിച്ചിരുന്നു. അത് ചോദ്യം ചെയ്യുന്ന കർഷകരെ അടക്കം മർദ്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിരന്തരമായി ടൂറിസ്റ്റുകൾ ഒരുപാട് പേരെ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും വരുന്നൊരു സ്ഥലമായിരുന്നു. എന്നാൽ ഈ ലഹരി മാഫിയയും ഈ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെയും ഭയന്ന് ഇപ്പോൾ ടൂറിസ്റ്റുകൾ പോലും വരാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. വൈകുന്നേരമാകുന്നതോടെ മാഫിയ സംഘങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നത് മൂലം സഞ്ചാരികളും ഇവിടം ഉപേക്ഷിക്കുന്ന സ്ഥിതിയുണ്ട്. പ്രദേശവാസികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലും വഴി നടക്കുവാൻ കഴിയാത്ത സാഹചര്യം. മദ്യപിക്കുന്നത് ചോദ്യം ചെയ്താൽ പ്രദേശവാസികളെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ സ്ഥിതി തുടർന്നു പോയാൽ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം സാമൂഹ്യ വിരുദ്ധന്മാരുടെ മാത്രം താവളമായി മാറുമെന്നതിന് സംശയമില്ല. വിഷയത്തിൽ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെടുകയും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്യണമെന്നതാണ് നാട്ടുകാരുടെ അടക്കം ആവശ്യം. സിറ്റി വിഷൻ, രാജാക്കാട്. നെടുങ്കണ്ടം ഇരട്ട കൊലപാതകം. മാത്യുവിന്റെ തിരോധാനത്തിൽ ദുരൂഹത തുടരുന്നു. രണ്ടാം ദിനത്തിലെ തെരച്ചിലിലും നിർണായക തെളിവുകൾ ലഭ്യമായില്ല. ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ രജിയെയും കൊലപ്പെടുത്തി സജി കുഴിച്ചുമൂടിയ പ്രദേശത്താണ് രണ്ടാം ദിനവും പോലീസ് പരിശോധന നടത്തിയത്. വീടിന്റെ പിൻഭാഗത്ത് സംശയം തോന്നിയ വിവിധ തലങ്ങളിൽ JCB ഉപയോഗിച്ച് കുഴിയെടുത്ത് പരിശോധന നടത്തി. ആദ്യ ദിനത്തിലെ പരിശോധനയിൽ എല്ലിൻ കഷ്ണവും വസ്ത്രാവശിഷ്ടങ്ങളും ലഭിച്ചിരുന്നു. എല്ലിൻ കഷ്ണം മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ എന്ന് തിരിച്ചറിയുന്നതിനായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. മൃഗത്തിന്റേതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതി മൊഴി മാറ്റി പറയുന്നത് അന്വേഷണ സംഘത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ പിന്നീട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തുടർ അന്വേഷണം നടത്തും. 2018 മാർച്ച് 3-നാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതാവുന്നത്. മകളുടെ ചികിത്സ ആവശ്യത്തിനായി കട്ടപ്പനയ്ക്ക് പോകുന്നുവെന്നു പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ എത്താതെ വന്നതോടെ മകൻ രജി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് അന്വേഷിച്ചെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിക്കാതെ വന്നതോടെ അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. മാത്യു ബസ്സിൽ കയറി പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. പണിക്ക് പോകാനായിട്ട് കയറിയപ്പം ഞാൻ ഇവിടുന്ന് ബസ്സിനാണ് കയറി പോകുന്നത്. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് കയറി വന്നപ്പോഴത്തേനും സമയം പോയി. വണ്ടി ഞാൻ കടന്നു പോവുകയും പുള്ളി ഇവിടുന്ന് ഇറങ്ങി വന്നിട്ട് രാവിലെയാണല്ലോ പണിക്ക് പോകുന്നത്. അന്നേരം പണിക്ക് പോയപ്പോൾ പുള്ളി ഷർട്ടിൻ്റെ ഒരു കയ്യും ഇട്ട് കൂടി വന്ന് വണ്ടിയെ കയറുന്ന കണ്ടു. അതെ പിന്നെ കണ്ടിട്ടില്ല. ഇരട്ടക്കൊലപാതകത്തിന്റെ വിവരം പുറം ലോകം അറിഞ്ഞതോടെയാണ് 8 വർഷങ്ങൾക്കു ശേഷം മാത്യുവിന്റെ തിരോധാനത്തിലും സംശയം വർദ്ധിച്ചത്.
പോലീസിന്റെ അന്വേഷണം തൃപ്തികരമെന്ന് മാത്യുവിന്റെ മകൾ സിനി പറഞ്ഞു. എന്നാന്ന് ചോദിച്ചാ ഇല്ലെന്നല്ലേ ഇവര് പറയുന്നേ. അവന് പറഞ്ഞാലും നോക്കിയെടുത്തൊന്നും ഇല്ല. അപ്പൊ പിന്നെ ഇല്ലാത്തൊരു കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെ, പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സഹകരണം നമുക്ക് കിട്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ എല്ലാ സംശയങ്ങളും അവര് തീർത്തിരുന്നുണ്ട്. നമുക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും അന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ നല്ല സഹകരണം. അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ രജിയെയും കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സിനി നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരുടെയും മൃതദേഹം വീടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഏപ്രിൽ 4-നാണ് ഇരുവരെയും സജി കൊലപ്പെടുത്തിയത്. മൃതദേഹങ്ങൾ 2 ദിവസം ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞു സൂക്ഷിച്ച ശേഷം പിന്നീട് കുഴിച്ചിടുകയായിരുന്നു. ആഴ്ചകൾക്കുശേഷം ഇരുവരെയും കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വീട്ടിലെത്തുന്നതുവരെ പ്രതി വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഉപ്പുതറയിൽ വീടിനുള്ളിൽ സ്ഫോടനം. ഉപ്പുതറ ഫാത്തിമ ഗോൾഡ് കവറിംഗ് ഉടമ പക്കാവീട്ടിൽ എം അൻസാരിയുടെ വീടിനുള്ളിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ വീട് തകർന്നു. അൻസാരിക്ക് സാരമായി പൊള്ളലേറ്റു. അൻസാരിയെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എം അൻസാരിയുടെ ഉപ്പുതറ ടൗണിലുള്ള വീടിനുള്ളിൽ ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സ്ഫോടനമുണ്ടായത്. വലിയ ശബ്ദത്തോടെയാണ് സ്ഫോടനം നടന്നത്. വീടിന്റെ ചുവരുകൾ തകർന്നു. ഷീറ്റുകൾ പൊട്ടിത്തെറിച്ചു. സമീപത്തെ വീട്ടിലുണ്ടായിരുന്നവർ ഭയന്ന് വിറച്ചു. വീട്ടിലുണ്ടായിരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം തകർന്നു. ആദ്യം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്നാണ് ജനങ്ങൾ കരുതിയത്. എന്നാൽ വീടിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ സുരക്ഷിതമായിരിക്കുന്നത് കണ്ടതോടെ ജനങ്ങളിൽ ആശങ്കയുമുണ്ടായി. അതിനകത്തുനിന്ന് കേട്ടത് എന്നാ സംഭവിച്ചെന്നൊരു പിടുത്തമില്ല. പുള്ളി അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓടി കയറുന്നുണ്ട്. നമുക്ക് എന്താ ചെയ്യാന്ന് അറിയില്ല. ഇതുവരെ ഹൃദയടിപ്പും അറിയിട്ടില്ല. വീട്ടിൽ അൻസാരി മാത്രമാണുണ്ടായിരുന്നത്. അൻസാരിക്ക് സ്ഫോടനത്തിൽ പൊള്ളലേറ്റതിനാൽ എന്താണ് പൊട്ടിത്തെറിച്ചതെന്ന് വ്യക്തമല്ല. ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ ഗ്യാസ് കത്തിച്ചപ്പോൾ തീയാളിയെന്നാണ് അൻസാരിയുടെ ബന്ധു പോലീസിൽ പറഞ്ഞത്. എന്നാൽ ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ മാത്രമേ സ്ഫോടനം എങ്ങനെയുണ്ടായെന്ന് വ്യക്തമാവീവെന്ന് പറയാൻ കഴിയൂവെന്ന് പോലീസ് പറഞ്ഞു. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. പൈനാവിലെ ഈ പുൽമേട് കണ്ടാൽ വൈകുന്നേരങ്ങൾ മറക്കാനാവില്ല. റീൽസുകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും ഏറ്റവും അനുയോജ്യമായ ഇടുക്കിയിലെ ഒളിഞ്ഞിരിക്കുന്ന മനോഹര സ്പോട്ടാണ് പൈനാവിലെ ഈ പുൽമേട്. ഇടുക്കിയിൽ സായാഹ്നം മനോഹരമായി ആസ്വദിക്കാനുള്ള ഒരു ശാന്തമായ സ്ഥലം തേടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പൈനാവിനോട് ചേർന്ന് കിടക്കുന്ന ഈ പുൽമേട് ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കുയിലിമല വ്യൂ പോയിന്റിലേക്കുള്ള വഴിയിൽ ആകാശവാണി നിലയത്തിന് സമീപം റോഡിന്റെ വലതുവശത്തേക്ക് തിരിയുന്ന ചെറിയ മൺപാതയിലൂടെ മുന്നോട്ടു പോയാൽ ഈ മനോഹര സ്ഥലത്തെത്താം. ഇവിടെ നിന്നാൽ ഇടുക്കി ജലാശയത്തിന്റെ വിശാല കാഴ്ചയും പൈനാവ് ടൗണിനോട് ചേർന്ന വനമേഖലകളുടെ പച്ചപ്പും ഒരുമിച്ചാസ്വദിക്കാം. വൈകുന്നേരങ്ങളിൽ ഇവിടെ വീശുന്ന തണുത്ത കാറ്റും മഞ്ഞുമൂടിയ അന്തരീക്ഷവും സായാഹ്നത്തെ കൂടുതൽ മനോഹരമാക്കും. റീൽസുകളും ഫോട്ടോഷൂട്ടുകളും ചിത്രീകരിക്കാൻ ഏറെ അനുയോജ്യമായ ഈ സ്ഥലം അപകടസാധ്യതകൾ വളരെ കുറവുള്ളതിനാൽ കുടുംബങ്ങളുമായി എത്തുന്നവർക്കും പ്രിയപ്പെട്ട ഇടമാണ്. ഇത് പൈനാവിനടുത്തുള്ള ഒരു പ്ലേസാണ്. നല്ല പുൽമേടുകളും ഒക്കെയുള്ള നല്ലൊരു സ്ഥലമാണ്. നമുക്കിവിടെ നിന്ന് ടൗണ് കാണാൻ പറ്റും. സയാനികളൊക്കെ വന്നിരിക്കുന്ന നല്ല ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു പ്ലേസ് തന്നെയത്. പിന്നെ അപകടകരമായ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് അങ്ങനെ അടുത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പ്രദേശവാസികളുടെയും സഞ്ചാരികളുടെയും ഇഷ്ട സായാഹ്ന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ പുൽമേട് ഒരിക്കൽ കണ്ടാൽ വീണ്ടും വരാൻ തോന്നുന്ന ഒരു അനുഭവം തന്നെയാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. സിറ്റി വിഷൻ ഇടുക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മംഗളാദേവി ഉത്സവത്തിലും ജില്ലയിൽ മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ നിർദ്ദേശങ്ങൾ നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും ജില്ലാ പോലീസ് ആസ്ഥാനത്തിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവി ശ്രീ സാബു മാത്യു IPS പ്രശംസാപത്രം നൽകി അഭിനന്ദിച്ചു. ഇടുക്കി ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ശ്രീ ഇമ്മാനുവൽ പോൾ, ജില്ലയിലെ 5 സബ് ഡിവിഷനിലെയും ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാർ, മറ്റ് സ്പെഷ്യൽ യൂണിറ്റിലെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാർ, ജില്ലാ ആസ്ഥാന ക്യാമ്പിലെയും 33 പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസ് ഇൻസ്പെക്ടർമാർ, പോലീസ് വാഹനങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ, കൂടാതെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിന്റെ മോട്ടിവേഷൻ സെല്ലിലെയും വനിതാ സെല്ലിലെയും ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് ജില്ലാ പോലീസ് മേധാവി പ്രശംസപത്രം നൽകി അഭിനന്ദിച്ചത്. സിറ്റി വിഷൻ ഇടുക്കി. കരിങ്കുന്നം പോലീസിന്റെ നേതൃത്വത്തിൽ പോക്സോ അവബോധ ക്ലാസ് നടത്തപ്പെട്ടു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പോക്സോ നിയമത്തെക്കുറിച്ച് സമൂഹത്തിൽ കൃത്യമായ അറിവ് നൽകുന്നതിനുമായി കരിങ്കുന്നം പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ പ്രത്യേക അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. കരിങ്കുന്നം പഞ്ചായത്തിലെ എടയാടി അങ്കനവാടിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി കുട്ടികളും അവരുടെ മാതാപിതാക്കളും പങ്കെടുത്തു. കരിങ്കുന്നം പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് പിള്ള ബിയുടെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ്, ബിനുമോൻ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. കുട്ടികൾക്കെതിരെയുള്ള ശാരീരികവും മാനസികവുമായ അതിക്രമങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നും അത്തരം സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നിയമ നടപടികളെക്കുറിച്ചും മാതാപിതാക്കൾക്ക് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. സിറ്റി വിഷൻ ഇടുക്കി. കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധതയും സമ്പാദ്യശീലവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഉദയ ബാലസംഘം 22ാം വാർഷികത്തിന്റെ നിറവിൽ കുളപ്പാറച്ചാൽ മുനിയറച്ചാൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ബോസ് പുത്തയത്ത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിൽ ഒത്തൊരുമയും വ്യക്തിത്വ വികസനവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുളപ്പാറച്ചാൽ മുനിയറച്ചാൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഉദയ ബാലസംഘത്തിന്റെ 22ാമത് വാർഷികാഘോഷവും വിവിധ കലാപരിപാടികളും നടന്നു. സഹരക്ഷാധികാരി തേവർക്കാട്ട് ജോയിയുടെ വസതിയിൽ നടന്ന ആഘോഷ പരിപാടികൾ രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ബോസ് പുത്തയത്ത് ഉദ്ഘാടനം ചെയ്തു. ചെറുപ്രായം മുതൽക്ക് കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിനും ഊഷ്മളമായ സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ബാലസംഘം പോലുള്ള കൂട്ടായ്മകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബോസ് പുത്തയത്ത് പറഞ്ഞു. വ്യക്തിത്വ വികസനത്തിനൊപ്പം തന്നെ സഹകരണ മനോഭാവവും ഇത്തരം സംഘങ്ങളിലൂടെ കുട്ടികൾക്ക് ആർജിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരെ സംബന്ധിച്ച് അവർക്കൊരു സമ്പാദ്യശീലം ചെറുതായിട്ട് വളർത്താൻ നമ്മുടെ ബാങ്ക് മറ്റൊരു കുട്ടികൾക്ക് വേണ്ടി വേറൊരു സമ്പാദ്യശീലം കൂടി വളർത്തുന്നുണ്ട്. നമ്മൾ സ്കൂളുകളിൽ പോയി ഇപ്പോൾ ഹോളി ക്വിൻസിലുണ്ട്, നമ്മുടെ കുർലാസിറ്റിൻ്റെ സ്കൂളിലുണ്ട്,
നമ്മൾ പല സ്കൂളുകളിൽ പോയി നമുക്ക് ഡെപ്പോസിറ്റിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ ആ കുട്ടികളുടെ സമ്പാദ്യശീലം വളർത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശം വെച്ച് നമ്മുടെ സ്റ്റാഫ് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ അവർ ചെല്ലാൻ പറയുമ്പോൾ ചെല്ലും. അവിടെ നിന്ന് ആ കുട്ടികളുടെ പൈസ കളക്ട് ചെയ്ത് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കും. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം അവർക്ക് പൈസ തിരിച്ചു കൊടുക്കും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അതിന് ചെറിയ പലിശ അവർക്ക് കൊടുക്കും. 2024 പ്രവർത്തനം ആരംഭിച്ച ഉദയ ബാലസംഘം വിജയകരമായ 22 വർഷങ്ങൾ പിന്നിടുകയാണ്. പ്രദേശത്തെ കുട്ടികളുടെ കലാപരവും സാമൂഹികവുമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഈ സംഘം വലിയ പങ്ക് വഹിക്കുന്നു. നിലവിൽ LKG മുതൽ +2 വരെയുള്ള 20 കുട്ടികളാണ് സംഘത്തിൽ അംഗങ്ങളായിട്ടുള്ളത്. കുട്ടികൾക്ക് ശരിയായ ദിശാബോധം നൽകുന്നതിനായി മുതിർന്നവർ രക്ഷാധികാരികളായും സഹരക്ഷാധികാരികളായും പ്രവർത്തിക്കുന്നുണ്ട്. ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോർജ് അരിപ്ലാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ പഞ്ചായത്ത് അംഗം മഞ്ജു ബിജു ആശംസകൾ നേർന്നു. ബാലസംഘം രക്ഷാധികാരി ഷീന സണ്ണി, സഹരക്ഷാധികാരി ജോയി തേവർക്കാട്ട് എന്നിവർ ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. സംഘം പ്രസിഡന്റ് കുമാരി ജോസ്ന ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ബേസിൽ സണ്ണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ബാലസംഘം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പാട്ടും നൃത്തവും സ്കിറ്റുകളും ഉൾപ്പെടെ കലാവിരുന്നുകൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. പ്രദേശവാസികളും രക്ഷാധികാരികളും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ കൂടുതൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് ബാലസംഘത്തിന്റെ തീരുമാനം. സിറ്റി വിഷൻ രാജകുമാരി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,945 രൂപ, പവന് 1,11,560 രൂപ, വെള്ളി ഗ്രാമിന് 285 രൂപ. പ്രധാന വാർത്തകളിലൂടെ ഒരിക്കൽ കൂടി. പൂപ്പാറ ടൗണിൽ പൊളിച്ചു നീക്കിയത് പുഴപ്പുറമ്പോക്കിൽ നിർമ്മിച്ച 29 വീടുകൾ. വീട് നഷ്ടമായവർക്ക് പകരം താമസ സ്ഥലം കണ്ടെത്തുവാനുള്ള നെട്ടോട്ടത്തിൽ അധികൃതർ. 9 കുടുംബങ്ങൾക്ക് സ്വന്തമായ വീടില്ലെന്ന് 2 വർഷം മുമ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കലിന്റെ പേരിൽ നടത്തിയത് ബുൾഡോസർ രാജാണെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി. വഴിയാധാരമായ വ്യാപാരികളെയും കുടുംബങ്ങളെയും സംരക്ഷിക്കണമെന്ന് സണ്ണി പൈമ്പള്ളി. UDF മന്ത്രിസഭാധികാരമേറ്റാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രിയെയും മറ്റ് വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കാണുമെന്നും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെടുമെന്നും അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി. ഇടുക്കി രാജക്കാട് കനകക്കുന്ന് മല മദ്യപ സംഘങ്ങളുടെയും ലഹരി മാഫിയയുടെയും താവളമാകുന്നു. പ്രദേശം മദ്യക്കുപ്പികൾ കൊണ്ട് നിറഞ്ഞു. പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്ന ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.